ഇന്ത്യയിൽ മെസ്സി എന്നല്ലോ ഫുട്ബോൾ താരം, ഫുട്ബോൾ ഇതിഹാസം എന്നൊക്കെ പറയുന്ന മെസ്സി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വലിയൊരു ലോബിയുടെ ഭാഗമാണ്, വലിയൊരു സ്കാമിൻ്റെ ഭാഗമാണ്, ഭയങ്കര പൈസ കൊണ്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ പരിപാടി ശരിക്കും കൊൽക്കത്തയിൽ പരാജയപ്പെട്ടു. അത് പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജിയുടെ ആ ഓർഗനൈസേഷൻ അഥവാ അഡ്മിനിസ്ട്രേഷൻ സ്കില്ല് ശരിയല്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ വിമർശനങ്ങൾ വരുന്നത്. അത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം മെസ്സി വന്ന സമയത്ത് വരുന്നതിന് മുമ്പ് തന്നെ പ്രൈമറി ടിക്കറ്റായിട്ട് 5000 രൂപയും അതേപോലെ തന്നെ അതിൻ്റെ മാക്സിമം ടിക്കറ്റ് ആയിട്ടുള്ളത് 12,000 15,000 വരെ ഈ ടിക്കറ്റ്, അതായത് ലോ ഗാലറി ടിക്കറ്റ് തന്നെയാണ് ഈ പ്രൈസിനൊക്കെ വിൽക്കുന്നത്. ഇതിലുപരിയായിട്ട് പൊളിറ്റീഷ്യൻസ്, പല ഉന്നത നിലയിലുള്ള ആൾക്കാർ, ഇവരെല്ലാം തന്നെ മെസ്സിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് സംഗതി. ഒരു വലിയ സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഒത്തുകൂടിയത്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ മെസ്സി വന്നു ശരിയാണ്, പക്ഷേ ഈ 5000 മുതൽ 15,000 12,000 കൊടുത്ത സാധാരണക്കാർ ഈ ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള കുട്ടികളെ കാണിക്കാൻ വരെ അവരുടെ പാരൻസ് ഈ പൈസ മുടക്കി. അതൊരു കുറച്ച് നേരത്തെ പരിപാടി. അതിന് വേണ്ടിയിട്ടാണ് 5000 രൂപ. നിങ്ങൾ ആലോചിച്ചു, 5000 രൂപയ്ക്ക് ടിക്കറ്റ് കൊടുത്ത് മെസ്സിയെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകുന്ന പാരൻസിൻ്റെ ഒരു അവസ്ഥയെ, അവരൊക്കെ എന്ത് മാനസികാവസ്ഥയിലാണ് കുട്ടികളെ വളർത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വലിയൊരു ചോദ്യമായിട്ട് ഉന്നയിക്കേണ്ടത്. കാരണം ഓക്കെ, ഫാൻ ആവാം, പലർക്കും ഫാനുണ്ട്, പലരെയും റോൾ മോഡലാക്കാം, ആരാധകരാക്കാം. പക്ഷേ ഭ്രാന്ത് പിടിച്ച രീതിയിലുള്ള ആരാധകരാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ശീലിപ്പിക്കരുത്. ഇങ്ങനെ ആരാധന പാത്രങ്ങളായിട്ടോ ആരാധന മൂർത്തികളായിട്ടോ കൊണ്ടു നടക്കുന്ന ആൾക്കാരെ അവർ മനുഷ്യരാണെന്നുള്ള റിയലൈസേഷനോട് കൂടിയുള്ള ബോധ്യം നമ്മൾ കുട്ടികൾക്ക് വരുത്തേണ്ടതുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സ്റ്റേഡിയം കണ്ടല്ലോ, ഈ സ്റ്റേഡിയം മെസ്സി വന്നു പോയ സ്റ്റേഡിയമാണ്. മെസ്സി തന്നെ അവിടെ എത്ര ടൈമാണോ അലോക്കേറ്റ് ചെയ്തിരുന്നത്, ആ ടൈം കമ്മിറ്റ് ചെയ്തിരുന്നത്, ആ കമ്മിറ്റ്മെന്റ് ഫുൾഫിൽ ചെയ്യാൻ മെസ്സി നിന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, മെസ്സിയെ വലിച്ചു പിടിച്ച് ഇങ്ങോട്ട് വാടാ, എൻ്റെ അടുത്ത് നിൽക്കി, നിൻ്റെ അടുത്ത് നിൽക്കി, ഇപ്പുറത്ത് നിൽക്കി, നീങ്ങി നിൽക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സെൽഫി എടുക്കുന്ന പൊളിറ്റീഷ്യൻസ്, രാഷ്ട്രീയക്കാർ, അവർക്ക് സ്വാധീനമുണ്ട്. അപ്പോൾ അതേപോലെ ഈ 5000 രൂപ കൊടുത്ത് 12,000 കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് മെസ്സിയെ കാണാൻ പോയി നിന്ന ആൾക്കാർക്ക് സ്വാധീനമില്ല. അപ്പോൾ അവർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവസാനം അവിടെ ഇവിടെയും കൂട്ടത്തൽ. ഈ കൂട്ടത്തലിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ മെസ്സി അവിടെ നിന്ന് സ്ഥലം വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത് നമ്പർ 1. 2 സ്ഥലത്താണ് ഇന്ത്യയിൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നത്. അതിലൊന്ന് ഹൈദരാബാദിൽ. അപ്പോൾ ഹൈദരാബാദിൽ വന്ന സമയത്ത് അവിടെ 70 അടി പൊക്കത്തിൽ മെസ്സിയുടെ സ്റ്റാച്ചു. ഒന്ന് മനസ്സിലാക്കണം, ഈ മെസ്സി കളിക്കുന്ന ബാർസിലോണ ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തില്ല മെസ്സിക്ക് 70 അടിയിൽ പൊക്കത്തിലുള്ള സ്റ്റാച്ചു. ഇനി മെസ്സിയുടെ ജന്മനാടായിട്ടുള്ള അർജന്റീനയിലില്ല മെസ്സിക്ക് 70 അടി പൊക്കത്തിലുള്ള സ്റ്റാച്ചു. എനിവേ, ഇവിടെ മെസ്സി ആരും കുറ്റം പറയുന്നില്ല കേട്ടോ. ഇവിടെ മെസ്സിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അയാളൊരു ഫുട്ബോൾ താരമാണ്. അയാൾ ആ പണി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അയാളുടെ ആരാധകർ എന്നുള്ള രീതിയിൽ വിളിക്കുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലും സെലിബ്രിറ്റി ആയിട്ട് പോകുന്നുണ്ട്. അതെല്ലാം ഓക്കെയാണ്. അത് എല്ലാ രാജ്യങ്ങളിലുള്ള കീ പ്ലേയേഴ്സ് ഒക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെയാണ്. കീ പ്ലേയേഴ്സ് എന്നല്ല, സാധാരണ പ്ലേയേഴ്സ് തന്നെ ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ. നമ്മുടെ നാട്ടിലും IPL എന്ന് പറഞ്ഞ പല സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്നും വിമർശിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ സംഘാടകർ, ഈ ഓർഗനൈസ് ചെയ്ത ആൾക്കാർ, ഇവർ വല്ലാത്ത രീതിയിലുള്ള വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഫോറിൻ ഗസ്റ്റിനെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇതേപോലത്തെ ഗ്ലോബൽ പോപ്പുലാരിറ്റിയുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇച്ചിരി മാന്യത പാലിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മീഡിയ എടുത്തിട്ട് അലക്കും. അപ്പോൾ അതേപോലെ ഒന്ന് അലക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അലക്കിയതിൽ കൊൽക്കത്തയെക്കുറിച്ച് വളരെ വളരെ മോശപ്പെട്ട രീതിയിൽ ഗ്ലോബൽ മീഡിയ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊൽക്കത്ത എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇന്ത്യയിൽ തന്നെയാണുള്ളത്. അപ്പം ഇന്ത്യയെക്കുറിച്ചാണ് ഈ വിമർശനം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇമാതിരിപ്പെട്ട പ്രോഗ്രാം, കാരണം ഞാൻ ഇത് എടുത്ത് പറയാനുള്ള കാരണം, കേരളത്തിലും മെസ്സിയെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അതിനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഈ മെസ്സിയെ കൊണ്ടുവരിക എന്നുള്ളത്, അതായത് മെസ്സിക്ക് ഒരു മാർക്കറ്റ് ഉണ്ട്, കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോബിയാണോ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ ലോബിയാണുള്ളത്. വലിയ സ്കാമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കേരളത്തിൽ മെസ്സി എന്ന് വരും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വാർത്ത എടുത്ത് പറഞ്ഞതാണ്. പക്ഷേ അതേസമയം ഹൈദരാബാദിലുള്ള കോർഡിനേഷൻസ് എല്ലാം വളരെ വ്യക്തമായിരുന്നു, നല്ലതായിരുന്നു. അവിടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അത് പക്കായായിരുന്നു. കൊൽക്കത്ത പോലെ ആയില്ല. അത്രമാത്രം നമുക്ക് ഇതിനകത്ത് സമാധാനിക്കാം. മഹാരാഷ്ട്രയിൽ 40 കേന്ദ്രങ്ങൾ ED റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഈ റെയ്ഡ് നടത്താനുള്ള കാരണം വെച്ചാൽ തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടിയിട്ട് പണം വെളുപ്പിക്കുന്ന പരിപാടി അവിടെ നടന്നിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ ഒരു റെയ്ഡ് നടത്തിയത്. ഇതിനകത്ത് 9.7 കോടി, അതായത് ഏതാണ്ട് 10 കോടി രൂപ റിക്കവർ ചെയ്തിട്ടുണ്ട്. PMLA ആക്ട് 2002 പ്രകാരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൊവിഷൻ എടുത്തുകൊണ്ടാണ് ഈ ഒരു റെയ്ഡിലേക്ക് പോയത്. EDയുടെ മുംബൈ സോണൽ ഓഫീസിൽ നിന്നാണ് ഈ റെയ്ഡിന് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. കേരളത്തിലേക്ക് വരുമോ എന്ന് നമുക്കറിയില്ല കേട്ടോ. കേരളത്തിലും ഈ വെളുപ്പിക്കലൊക്കെ കുറച്ച് കൂടുതലാണ്. ഡൽഹി, കൊൽക്കത്ത, ഹസാരിബാദ്, പ്രയാഗ്രാജ്, ദാമൻ, രത്നഗിരി, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ നെറ്റ്വർക്ക് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം തന്നെ റെയ്ഡുകൾ നടക്കുന്നുണ്ട്. കേരളത്തിലും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വന്ന് പരിശോധിക്കണം. അന്ന് പരിശോധിച്ചിട്ട് ഇമാതിരിയുള്ള ഇല്ലീഗലായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടെങ്കിൽ പൊക്കണം. സ്ഥാപന ജംഗമ വസ്തുക്കൾ കംപ്ലീറ്റ് ചുരുട്ടി എടുത്തുകൊണ്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 9.7 കോടി മൂവബിൾ അസറ്റ്, അതും 3.7 കോടി പണമായി കൈപ്പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലുപരിയായിട്ട് 6 കോടി രൂപയുടെ സ്വർണവും കൂടി കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് 10 കോടിയിൽ നിൽക്കുന്നതല്ല ഈ സംഗതി, അതിനേക്കാളും വളരെ വലുതാണ്.
ഇപ്പോൾ ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു 20 കോടിയോളം ഇപ്പം ഈ കണക്ക് പ്രകാരം വരുന്നുണ്ട്. ഈ 40 സ്ഥലങ്ങൾ റൈഡ് ചെയ്തതിൽ ഏതാണ്ട് 25ഓളം ബാങ്ക് അക്കൗണ്ടുകൾ ഇപ്പം മരവിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിടിച്ചെടുത്ത രേഖകൾ ഇത് തീവ്രവാദ ബന്ധം ഉള്ള പണമിടപാടാണെന്ന് ഉറപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ റെയ്ഡ് നടത്തിയ സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ കുറിപ്പുകൾ, കുറ്റകരമായി കരുതുന്ന രേഖകൾ, തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന തരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ലേഖനങ്ങൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഇതെല്ലാം തന്നെ ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്ത് കൊടുത്ത് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, ഇമാതിരിയുള്ള കംപ്ലീറ്റ് റിക്രൂട്ട്മെന്റ് നടത്തുന്ന രീതിയിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഇറ്റ് മീൻസ് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഹാർഡ് ഡിസ്ക്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവരുടെ ചെയിൻ എത്രമാത്രം വലുതാണ്, അപ്പം ഇവർ എത്രമാത്രം സ്പ്രെഡ് ചെയ്താണ് ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ തെളിയിക്കുന്ന രീതിയിലാണ് ഈ രേഖകളൊക്കെ കാണുമ്പോൾ ഇഡിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. തീർച്ചയായിട്ടും ഇഡി ഈ ഒരു കേസ് ഈ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ലഘുലേഖകളും ഇതേപോലെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിൽ ISIS ബന്ധപ്പെട്ട ലഘുലേഖകളൊക്കെ ഇവരുടെ പക്കലുണ്ട്. അതെല്ലാം തന്നെ NIAക്ക് കൈമാറും എന്നാണ് പറയുന്നത്. NIAയും കൂടി ജോയിൻ ചെയ്തിട്ടായിരിക്കും ഇൻവെസ്റ്റിഗേഷൻസ് തുടങ്ങുക. പ്രധാനമായിട്ടും ഈ കുറിപ്പുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇഡി പറയുന്നത്, റിക്രൂട്ട്മെന്റ് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പൊട്ടിത്തെറിക്കും ഇതേപോലുള്ള പല മതപ്രചരണങ്ങൾക്കുമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ പരിശീലനം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള പരിശീലനം, അതേപോലെ തന്നെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള പരിശീലനം, എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പരിശീലനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഇവർ മഹാരാഷ്ട്ര IT സെല്ലിൽ നിന്നാണ് പ്രാഥമികമായിട്ട് ഇവരെ പിടിക്കാനുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. കാരണം IT സെല്ല് കൃത്യമായിട്ട് ഇമാതിരിയുള്ള ഡേറ്റ കണ്ടെത്തിയതിനെ തുടർന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇനിസിയേഷൻ അവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്. പിന്നെ ഇവർ അഡീഷണൽ പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫോറസ്റ്റുകളിൽ കയറി മരം മുറിച്ച് കടത്തിയിട്ടുണ്ട്. തടി ബിസിനസ്, വെറും കള്ളപ്പണം മാത്രമല്ല ഇവരുടെ പണത്തിൻ്റെ റിസോഴ്സ്, തടിക്കച്ചവടം, അതും ഇവർ നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതോടെ നിൽക്കില്ല, ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ഇവരുടെ ബന്ധുക്കൾ, അതേപോലെ ഇവരുടെ സുഹൃത്തുക്കൾ, ഇവരുടെ സർക്കിളിലുള്ള കംപ്ലീറ്റ് ആൾക്കാരെയും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് നേരവും ഇവരുടെ ബന്ധുക്കളുടെ വീടുകളിലും കൂടി പരിശോധന നടന്നേക്കാം എന്നുള്ളൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. അതേപോലെ അടുത്ത് നമ്മൾ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് ചർച്ച നടത്തിയിട്ടും ഇതുവരെ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു രീതിയിലുള്ള തീരുമാനവും ആയിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് തീർച്ചയായിട്ടും ട്രംപ് തുടരെ ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രഷർ പോളിസി ഇട്ടുകൊണ്ട് ഇന്ത്യ അടിമയാക്കിക്കൊണ്ടുള്ള നെഗോസിയേഷൻ പദ്ധതിയാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ വഴങ്ങാൻ തയ്യാറല്ല. അതാണ് ആദ്യത്തെ പ്രശ്നം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും US ഉള്ളിൽ ഒരു 3 സെനറ്റ് അംഗങ്ങൾ, 3 കോൺഗ്രസ് അംഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, ഇവർ 3 പേരും കൂടി സെനറ്റിൽ കത്തെഴുതിയിട്ടുണ്ട് US കോൺഗ്രസിന്. അതായത് ഇന്ത്യയുമായിട്ടുള്ള ഒരു താരിഫ്, കാരണം ലോകത്ത് ഒരു രാജ്യത്തിനും കൊടുക്കാത്ത രീതിയിലുള്ള പ്രത്യേക താരിഫാണ് ഇന്ത്യയെ കൊടുത്തിരിക്കുന്നത്, പ്യുനിറ്റീവ് താരിഫ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ അത് ഒന്ന് വിശകലനം ചെയ്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് ഹൗസ് ചർച്ച നടത്തണം, അമേരിക്കൻ കോൺഗ്രസിൽ സെനറ്റിൽ ചർച്ച നടത്തണമെന്നാണ് ഈ 3 പേരും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇത് എന്നാൽ ഒരു അറ്റൻഷൻ തിരിച്ചുവിടൽ, ഒരു വഴി തിരിച്ചുവിടൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു മൂവ്മെന്റ്. കാരണം ഇന്ത്യ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഇതിന്റെ പുറകിൽ. ഓർഗനൈസേഷൻ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്, ORF എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറിന്റെ മകൻ നേതൃത്വം വഹിക്കുന്ന ഒരു സംഘടനയൊക്കെ ഉണ്ട്. അതിന്റെ ഈ റിസർച്ച് ഫൗണ്ടേഷന്റെ കാര്യങ്ങളൊക്കെ അമേരിക്കയിൽ നോക്കുന്നത് ജയശങ്കറിന്റെ മോനാണ്. അങ്ങനെയാണ് നമ്മുടെ ഒരു അറിവ്. പുള്ളി 2 ദിവസങ്ങൾക്ക് മുമ്പ് US കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നു. അവിടെ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒരു നിർണായകമായിട്ടുള്ള വിഷയമാണ്. തീർച്ചയായിട്ടും ഈ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട US കോൺഗ്രസിന്റെ ഉള്ളിൽ പ്രൈം മിനിസ്റ്റർ മോദിയും പുടിനും കാറിലിരുന്ന് സഞ്ചരിക്കുന്ന ആ ഒരു പിക്ചറൊക്കെ വെച്ചുകൊണ്ട് അവിടെ ഒരു കോൺഗ്രസ് ലേഡി വളരെ ശക്തമായ രീതിയിൽ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയെ അനുകൂലിച്ച് അതേപോലെ ട്രംപിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത്. അത് ആ ലേഡി മാത്രമല്ല, ഒരുപാട് പേര് ഇന്ത്യയെ അനുകൂലിച്ച് അവിടെ സംസാരിച്ചായിരുന്നു. അപ്പോൾ അതേ സാഹചര്യത്തിൽ ഇപ്പം വീണ്ടും ഈ 50% താരിഫ് സ്ക്വാഷ് ചെയ്ത് കളയണം, അത് റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ 3 പേരും കൂടി ഇപ്പം ഒരു കത്ത് അവിടെ സമർപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് എന്താവും നമുക്കറിയില്ല. ഈ കത്തൊക്കെ മുകളിലേക്ക് എടുത്ത് അവിടെ ഒരു ഡിസ്കഷനും ഒരു പാനൽ ചർച്ചയും ഒരു മീറ്റിംഗ് ഒക്കെ അവിടെ കൊണ്ടുവരുമോ എന്നുള്ളത് നമുക്കറിയില്ല കോൺഗ്രസ്സിൽ. പക്ഷേ എന്തായാലും ഇതിപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ദ മൂവ് ലെഡ് ബൈ റെപ്രസെൻറ്റേറ്റീവ്സ് ഡെബോറ റോസ്, മാർക്ക് വെസൈ, അത് കഴിഞ്ഞാൽ രാജാ കൃഷ്ണമൂർത്തി. ഇവർ 3 പേരാണ് ഇന്ത്യക്ക് മേലിൽ ചുമത്തിയിരിക്കുന്ന ഈ ഒരു 50% താരിഫ് അത് ഇല്ലീഗലാണ് എന്നുള്ള നിലയിലുള്ള വാദമാണ് ഇവർ 3 പേരും ഉയർത്തുന്നത്. ഇതിലുപരിയായിട്ട് നമ്മൾ ഇതിനു മുമ്പ് 4-5 പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രാഥമികമായിട്ട് ഒരു 3 പേരാണ് ഈ ഒരു കത്ത് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിന്റെ ഡിസ്കഷൻ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട, ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്ന താരിഫുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻസ് ഒരു പക്ഷേ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി റെപ്രസെൻറ്റേറ്റീവ്സിന് അഥവാ അവിടുത്തെ കമേഴ്ഷ്യൽ മിനിസ്റ്റർ ആയിട്ടുള്ള ഹാവേർഡ് ലുട്നിക്, അയാൾ ലുട്നിക് ആണോ അല്ലെങ്കിൽ ലുനാറ്റിക് ആണോ എന്നുള്ള ഡൗട്ട് എനിക്കുണ്ട്. കാരണം പല നിയമങ്ങളും അയാൾ പറയുന്നത് തലതിരിച്ച് മണ്ടത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രംപിനും ആ അബദ്ധം പറ്റുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഹാവേർഡ് ലുട്നിക് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. Sort of placing ourselves in the 21st century world order.
It is essential to sustain U.S. leadership in all the sectors that will shape the future: defense, climate, energy, AI, space, and emerging technologies. Working with India through the Quad helps maintain a free and open Indo-Pacific and enhances the regional influence of the United States and our partners. The strategic convergence between U.S. and India at a time of heightened international competition is enduring, but it certainly cannot be taken for granted. Successive presidential administrations of both political parties have devoted years of painstaking work to build trust and deepen cooperation between our two countries. When Trump took office at the beginning of this year, the Biden administration handed him a bilateral relationship at the height of its strength. And then what happened? Flush, flush, flush down the toilet, the capital that Americans have built over decades in service of Trump's personal grievances and at the expense of our national interests. Of course, Trump will be the American president that lost India, or more accurately, that chased India away, while revitalizing the Russian Empire, while breaking up the transatlantic alliance. Let me be clear, being a coercive partner has a cost. And this poster is worth 1,000 words. You do not get a Nobel Peace Prize by driving U.S. strategic partners into the arms of our adversaries. We must move with incredible urgency to mitigate the damage that this administration has done to the U.S.-India partnership and return to the cooperation that is essential to U.S. prosperity, security, and global leadership. Congress understands the stake. ഈ കത്തിലുടനീളം അവർ ചൂണ്ടിക്കാണിക്കുന്നത് ശരിക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധവും ഇന്ത്യ ഈ താരിഫ് ട്രേഡ് ഡെഫിസിറ്റ് അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളിലൂടെ അമേരിക്കയുമായിട്ട് ചെയ്യുന്ന വ്യാപാര ബന്ധങ്ങളെയും അതിലേക്കുള്ള ഫിഗറുകളൊക്കെ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ IT സർവീസ് മേഖലയെക്കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ടൂറിസം ഇൻഡസ്ട്രിയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, പല മറ്റുള്ള മേഖലകൾ അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്കയുമായിട്ട് ഏത് തരത്തിലുള്ള ബന്ധമാണ് ഇന്ത്യക്കുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ഡ്രാഫ്റ്റാണ് അവർ തയ്യാറാക്കി അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. എനിവേ നമുക്ക് നോക്കാം, ലെറ്റ് us see. നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഘോഷും ചൈനയുടെ ഫോറിൻ റെപ്രസെൻറ്റേറ്റീവും തമ്മിൽ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ഒരു എംബസി തല ചർച്ചയാണ് നടത്തിയത്. ജസ്റ്റ് ഒരു നെക്സ്റ്റ് ലെവൽ ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള നിലയിലാണ് ചർച്ച നടത്തിയത്. കാരണം നമ്മൾ ചൈനയുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്ലെക്സിബിൾ റിലേഷൻഷിപ്പാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അവരൊരു വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്യും. അപ്പോൾ ആ നിലയ്ക്ക് നെക്സ്റ്റ് ലെവൽ ചർച്ച എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഇന്ത്യയിലൊട്ടാകെ നക്സൽ തീവ്രവാദികളുടെ ഇതുവരെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 1.5 വർഷം കൊണ്ട് നടത്തിയ തെരച്ചിലിൽ മൊത്തത്തിൽ നക്സൽ തീവ്രവാദികളുടെ പക്കൽ നിന്നുള്ള സ്വത്ത് കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ 92 കോടി വില വരുന്ന സ്വത്തുക്കൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ചൈന കംബോഡിയയ്ക്ക് T4 ടാങ്ക് സപ്ലൈ തുടങ്ങിയിട്ടുണ്ട്. കംബോഡിയ ഇപ്പോൾ തിരിച്ചടിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പം തായ്ലാൻഡും കംബോഡിയയും തമ്മിൽ കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കംബോഡിയയുടെ സൈഡ് ഇന്നലെ വരെ കുറച്ച് വീക്കായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ ഡോമിനേറ്റ് ചെയ്ത് വരുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടയ്ക്ക് ഫൈറ്റാണ് നടക്കുന്നത്. തായ്ലാൻഡ് കംബോഡിയ ഫയറിംഗ്. ഇന്ത്യയും മാൽഡീവും തമ്മിൽ ഒരു നേവൽ എക്സസൈസ്, നേവൽ മാത്രമല്ല മിലിറ്ററി ആർമി എക്സസൈസ് തന്നെയാണ് നടത്തിയത്. അപ്പോൾ ആ ഒരു ആർമി എക്സസൈസ് പൂർത്തിയായിട്ടുണ്ട്. ഈ മാൽഡീവ്സുമായിട്ട് ഇങ്ങനെ പോയിട്ട് ഒരു മിലിറ്ററി പരേഡ് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവന്മാരുമായിട്ട് നടത്തിയിട്ട് ഒരു പ്രയോജനമില്ല. പിന്നെ ജസ്റ്റ് അവരെയൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് നിർത്തണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ എക്സ്പെൻസസ് ഒക്കെ നമ്മൾ ചിലവാക്കേണ്ടി വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവന്മാർ ഉടനെ ചൈനയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എക്സസൈസ് നടത്തിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ഈ രീതിയിൽ ചില അഡീഷണൽ എക്സ്പെൻസസ് ഉണ്ട്. അത് നമുക്കിങ്ങനെ സമയാസമയങ്ങളിൽ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട സാഹചര്യമാണ്. ശരിക്കും തലവേദന കേസുകളാണ്, നമ്മളിതിങ്ങനെ ചെയ്ത് ഒഴിവാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.